മാത്രം സൃഷ്ടിക്കപ്പെട്ട ഈ കഥയിലെ കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി എന്തെങ്കിലും സാദൃശ്യം തോന്നുകയാണെങ്കിൽ അത് കേവലം യാദൃശ്ചികം മാത്രമെന്ന് അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി. ഹലോ ഗായ്സ്, ഞാൻ ആൽഫ, ഇതെന്റെ ഫ്രണ്ട് ബീറ്റ. എല്ലാവർക്കും ട്രാവൽ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതെ ഗായ്സ്, ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. ഇതുവരെ ഒരു ചാനലിലും കണ്ടിട്ടില്ലാത്ത വീഡിയോകളാണ് ഇനി ഞങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഗായ്സ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സ്വർഗത്തിലാണ്. ഈ പള്ളിയിൽ അച്ഛന്മാരൊക്കെ പറഞ്ഞത് ശരിയാണെന്ന് നമുക്ക് നോക്കാം. ഓ, പണി പാളി ഗായ്സ്. ഇവിടെ ആരെ കാണുന്നില്ല. ആകെ ഒരു മൂകത. എങ്ങോട്ട് പോകണമെന്ന് ഒരു പിടി കിട്ടുന്നില്ല. ഞങ്ങൾ പെട്ടു ഗായ്സ്. വേണ്ടാത്ത പണിക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ നിനക്കല്ലായിരുന്ന നിർബന്ധം. വ്ളോഗിന് റീച്ച് കിട്ടും, വ്യൂസ് കൂടും, എന്തൊക്കെയായിരുന്നു ബഹളം. എല്ലാം ഇപ്പൊ കിട്ടിയില്ലേ? ഓരോരുത്തരും റീച്ചിന് വേണ്ടി കൊലപാതകം വരെ ചെയ്യുന്നില്ലേ? എന്തായാലും നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഭാഗ്യം, ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ബ്രോ, ഇതേതാ സ്ഥലം? സ്വർഗത്തിലേക്ക് പോകുന്ന വഴി ഏതാണെന്ന് അറിയാമോ? നോ ഐഡിയ. ഞാനിപ്പോ ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ ഭൂമിയിൽ നിന്ന് വന്ന യൂട്യൂബേഴ്സ് ആണ്. സ്വർഗത്തിന്റെ ഒരു വ്ലോഗ് ചെയ്യാമെന്ന് കരുതി വന്നതാ. നന്നായി. ഇനി റീൽ എടുക്കാൻ ഇവിടെ കൂടിയേ ഉള്ളൂ. ഒരു പണിക്കും പോകാതെ മൊബൈലും പിടിച്ച് നടപ്പാക്കി എല്ലാവരുടെയും പരിപാടി. ബ്രോ ആരാ? എന്താ ഇവിടെ നിൽക്കുന്നത്? ഇനി റീൽ വല്ലതും എടുക്കാൻ വന്നതാണോ? ഏയ് അല്ല, ഭൂമിയിലെ വിശുദ്ധനെ ഇവിടെ എത്തിയ ആത്മാവാണ്. ഇനി പത്രശ്രീയ വന്നാലേ എൻ്റെ ഹെവൻ സ്കോർ അറിയാൻ പറ്റും. അതുവരെ ഇവിടെ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഒന്നും പിടിയിട്ടില്ല ബ്രോ. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? നിങ്ങൾ സൺഡേ സ്കൂളൊന്നും പോയിട്ടില്ലേ? സ്വർഗത്തിന്റെ താക്കോൽ പത്രോസ്ലിഹയുടെ കയ്യിലാണെന്നറിയില്ലേ? അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. അതിൽ ഓരോരുത്തരുടെയും ഹെവൻ സ്കോർ ഉണ്ട്. നല്ല സ്കോർ ഉള്ളവർക്കേ സ്വർഗത്തിലേക്ക് പ്രവേശനമുള്ളൂ. എങ്ങനെയാണോ ഈ സ്കോർ കിട്ടുന്നത്? അതായത് ഭൂമിയിലെ ജീവിതകാലത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ പുണ്യപ്രവൃത്തിക്കും 10 സ്കോർ ആണാവും. മോശം പ്രവൃത്തി ചെയ്താൽ 10 സ്കോർ ഡിഡക്റ്റും ചെയ്യും. എടാ ബീറ്റ, അപ്പൊ നിന്റെ സ്കോർ 0 ആയിരിക്കും. നിനക്ക് സ്കോർ അതിലും കുറവായിരിക്കും. എന്താ ഒരു വെള്ളം സിസ്റ്റത്തിൽ ഒരാത്മാവിനെ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇത് മൂന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും ഭൂമിയിൽ നിന്ന് സ്വർഗം ഭൂമിയാണെന്നവരാ. സ്വർഗം ഹൈറ്റക്കാണല്ലോ. സ്വർഗം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഡിജിറ്റലൈസ് ചെയ്തതാണ്. ഭൂമിയിൽ കുറച്ച് പുണ്യപ്രവർത്തികൾ ചെയ്താലാണ് സിസ്റ്റം കാണിക്കുന്നത്. മോശമല്ലാത്ത ഹെവൻസ്കോറുകളോട് സ്വർഗത്തിലേക്കുള്ള എൻട്രി ക്ലാസ് കിട്ടിയിട്ടുണ്ട്. സ്വർഗസ്ഥ പിതാവിന്റെ സന്നിധിയിലെ നിത്യസന്തോഷത്തിലേക്ക് ഈ ആത്മാവിന് സ്വാഗതം. പിതാവേ, സ്വർഗം ബ്ലോഗ് ചെയ്താൽ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൂടും. അതിനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ?
നിങ്ങൾ രണ്ടുപേർക്ക് ഹെവൻ സ്കോർ ഇല്ല. നീതിവാന്മാരായി ജീവിച്ചവർക്ക് മാത്രമേ നിത്യസമാധാനത്തിലേക്ക് പ്രവേശനമുള്ളൂ. സ്വർഗത്തിലുള്ള ഞങ്ങളുടെ കുടുംബക്കാരെയൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. വേണമെങ്കിൽ അവരൊക്കെ സ്വർഗത്തിൽ ഉണ്ടോ എന്ന് ഞാൻ സിസ്റ്റം നോക്കി പറയാം. എന്നാൽ തെങ്ങുകൂട്ടി കുടുംബത്തിൽപ്പെട്ട ആരെയും ഉണ്ടോ എന്ന് നോക്കാം. ഒരാൾ കൂടിയുണ്ട്. എന്നാൽ ക്ലാമൂട്ടി കുടുംബക്കാർ എന്തായാലും കാണും. ഭാഗ്യം, അവരും ആരുമില്ല. എന്നാൽ ഞങ്ങളുടെ കൈപ്പറ്റ ഇടവകയിലുള്ളവരോ? കുറച്ചുപേരൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഇടവകയിൽ ഉണ്ടായിരുന്ന അച്ഛന്മാരൊക്കെ അപ്പൊ കാണുമായിരിക്കുമല്ലേ? ഈ അച്ഛന്മാരുടെ പ്രസംഗവും പ്രവൃത്തിയും പൊരുത്തപ്പെടാത്തതുകൊണ്ട് അവരുടെ എണ്ണം പൊതുവെ സ്വർഗത്തിൽ കുറവാണ്. പിന്നെ നിങ്ങളുടെ ഇടവകയിൽ ഉണ്ടായിരുന്ന ഒരു അച്ഛനാണ് സ്വർഗത്തില് സംഗീതത്തിൽ നിലനില്ലെന്നും ലൈബ്രറി തുടങ്ങണമെന്നൊക്കെ പറഞ്ഞ് സീനുണ്ടാക്കുന്നു. അമ്മച്ചി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരച്ഛനുണ്ടായിരുന്നു, അവരെയൊക്കെ നിർബന്ധിച്ച് പുസ്തകം വായിപ്പിക്കുകയും സമാജത്തിന് ലൈബ്രറി ഒക്കെ തുടങ്ങുകയും ചെയ്ത ഒരച്ഛൻ. ആ അച്ഛനായിരിക്കും. ഗേറ്റ് ക്ലോസ് ചെയ്യാൻ സമയമായി. നിങ്ങൾക്ക് ഇവിടെ നിർത്താനൊന്നും പറ്റില്ല. ജോസ്, വിഷമിക്കണ്ട. നിങ്ങൾക്ക് വ്ലോഗ് ചെയ്യാൻ പറ്റിയ വേറൊരു സ്ഥലം ഞാൻ കാണിച്ചു തരും. എൻ്റെ കൂടെ വാ. സ്വർഗത്തിൽ കയറാൻ കഴിയാത്തവരെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വന്ന ആളാ ഞാൻ. നമുക്ക് സ്വർഗത്തിന്റെ ബ്ലോഗിന് പകരം നരകത്തിന്റെ ബ്ലോഗ് ചെയ്താലോ? നല്ല വ്യൂസും കിട്ടും. ദുഷ്ടാത്മാക്കളെ വളർത്തുന്ന നിത്യാഗ്നിയാണ് നരകത്തില്. അവിടുത്തെ കരച്ചിൽ കേട്ടില്ലേ? അവിടെ പോയാൽ നമ്മളും പെട്ടുപോകും. വിട്, എന്റെ കയ്യിൽ നിന്ന് വിട്. എനിക്ക് നരകത്തിൽ പോവണ്ട. എന്നെ വിടടാ, വിടടാ, എന്നെ വിടടാ. എടാ വിടടാ, എന്നെ വിട്. എന്റെ കയ്യിൽ നിന്ന് വിട്. എനിക്ക് നരകത്തിൽ പോവണ്ട. എന്നെ വിടടാ, വിടടാ, എന്നെ വിടടാ. എടാ വിടടാ, എന്നെ. എടാ, എന്താണ് ഇവിടെ കിടന്ന് നിലവിളിക്കുന്നത്? നേരം വെളുത്തിട്ടും ഇവിടെ കിടന്ന് ഉറക്കാവോ? ഇന്ന് ഞായറാഴ്ചയാണെന്ന് അറിയത്തില്ലേ? പള്ളിയും സൺഡേ സ്കൂളും ഒക്കെ ഉള്ളതല്ലേ? വേഗം എണീറ്റ് റെഡിയായി പോവാൻ നോക്ക്. എന്തൊരു സ്വപ്നമായിരുന്നു. നരകം ഇത്രയ്ക്ക് സീനായിരുന്നു. എന്തായാലും സ്വർഗത്തിൽ പോകാനുള്ള വഴി പിടി കിട്ടി. ഇനി കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും എന്റെ ഹെവൻ സ്കോർ കൂട്ടണം. വേഗം ഒരുങ്ങി പള്ളിയിൽ പോയേക്കാം. ചെന്നിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ എന്റെ ചങ്ങുകളോട് പറയാൻ. സ്വർഗവും നരകവും കേവലം വിശ്വാസപരമായ ആശയങ്ങളായിരിക്കാം. നമ്മുടെ മനോഭാവവും വീക്ഷണവും ശരിയെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ നമുക്ക് സ്വർഗം സൃഷ്ടിക്കാനാവും എന്നെല്ലാവരും ഓർപ്പിച്ചുകൊണ്ട് ഇതിലെ അഭിനേതാക്കൾ ആരൻ, അലൻ, ജെറോ, ജോന, ജുവാൻ, എബൻ ആൻഡ് ജാനറ്റ്, രചന സാക്ഷാത്കാരം ജിനു,